ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ജീവിതത്തിൽ പല മൂല്യമുള്ള കാര്യങ്ങളും നഷ്ടപ്പെട്ടതിൽ നാം മറന്നുപോയ ഒരു പ്രധാന കാര്യമാണ് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാനും ചിരിക്കാനും കഴിയുന്നു എന്നത്. മുഖത്തോട് മുഖം എന്നത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രതീകമാണ്, ഒരു സത്യസന്ധതയാണ്, ഒരു മനസ്സ് തുറക്കലാണ്. മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണ് മുഖത്ത് നോക്കി സംസാരിക്കാൻ സ്വാഭാവികമായും മടിക്കുന്നത്. മുഖം എന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ്. ധീരതയും സത്യസന്ധതയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവ മഹിമയും കൂടിയാണ് മുഖത്തോട് മുഖം നോക്കുക എന്നത്. കള്ളത്തരം ചെയ്തവൻ മുഖത്ത് നോക്കാതെ പറയാൻ മടി കാണിക്കുമ്പോൾ, കാരണം തേടുമ്പോൾ, കണ്ണോട് കോർത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവനത് കഴിയാതെ പോവാം. അതുകൊണ്ട് അവൻ മുഖത്ത് നോക്കാതെ, അപ്പോൾ പറയും അവനോട്, ധൈര്യമുണ്ടെങ്കിൽ മുഖത്തു നോക്കി പറയടാ എന്ന്. ഇതൊരു സാധാരണ ജീവിതത്തിന്റെ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ്. കപടവിശ്വാസി ഇബാദത്ത് ചെയ്യുന്നത് അവന്റെ കേവല പ്രകടനമാണെന്ന് സ്ഥാപിക്കുന്ന ഖുർആനിന്റെ വചനങ്ങൾ ഇത് സംബന്ധമായി വളരെ കൃത്യമായ നിലപാടുകൾ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് ചെയ്യട്ടെ, അമല് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. സൂറത്തുൽ നിസാഇന്റെ 142-ാമത്തെ ആയത്ത് മുനാഫിഖീങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചർച്ചയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. കപടൻ, ഉള്ളിൽ കള്ളത്തരമുള്ളവൻ, അതിന് അറബിയിൽ പറയും മുനാഫിഖ്. അള്ളാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. ഏറ്റവും അപകടകരമായ ഒരു ജീവിത അവസ്ഥയാണ്. പലതിനും വേണ്ടി പലതിനെയും അവൻ കളവാക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു. ബാഹ്യ പ്രകടന പരതയിൽ മാത്രം അവന്റെ വിശ്വാസത്തെ അവൻ കാട്ടിക്കൂട്ടുന്നു. മുനാഫിഖീങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഖുർആൻ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്. മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാ. എന്നാ മുനാഫിഖേ, നീ അറിയുന്നുണ്ടോ? വഹുവ ഖാദിഉഹും. അല്ലാഹു ഇത് അറിഞ്ഞവൻ തന്നെയാ. അവൻ മുനാഫിഖീങ്ങളെ തിരിച്ചു പരിഹസിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിഹാസ്യം അത് നരകത്തിലെത്തിക്കില്ല. മുനാഫിഖിന്റെ അടയാളം ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. നിസ്കാരത്തിന്റെ സമയത്തിൽ അത് നിർവഹിക്കുന്ന കാര്യത്തിൽ അലസതയാണ് മുനാഫിഖിന്റെ ഒരു പ്രധാന അടയാളം. ഈ ആയത്ത് വലിയ ചിന്തനീയമായ പലതും നമ്മുടെ മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തെ വിചാരണ ചെയ്യാൻ. മുനാഫിഖീങ്ങളുടെ നിസ്കാരം പ്രകടനം മാത്രം. യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരുടെ നിസ്കാരങ്ങളിൽ വരുന്നില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇബ്നു കഥീറിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹും ഉദ്ധരിക്കുന്നത് കാണാം. മുനാഫിഖീങ്ങൾ
അവരുടെ നിസ്കാരത്തെ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത് അവരുടെ ഒരു സ്വഭാവമായി, അടയാളമായാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഏത് നിസ്കാരം? ഫീ അഷ്റഫിൽ അഅ്മാലി വഅഫ്ദലിഹാ വഖൈരിഹാ വഹിയസ് സ്വലാഹ് ഇദാ ഖാമൂ ഇലൈഹാ ഖാമൂ വഹും കുസാലാ അൻഹാ ലിഅന്നഹും ലാ നിയ്യത ലഹും ഫീഹാ വലാ ഈമാന ലഹും ബിഹാ വലാ ഖശിയ. ഉള്ളിൽ തട്ടിയ യാതൊരുവിധ വിശ്വാസവും ഇല്ലാതെ അള്ളാഹുവിനെ പറ്റിക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രകടനമായി ഈ കപടന്മാരുടെ നിസ്കാരം. ഇത് സംബന്ധമായി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ വിലയിരുത്തി, നിസ്കരിക്കാൻ വരുന്നവൻ ഉന്മേഷവും അതുപോലെ താല്പര്യവും ഉണ്ടാക്കി തന്നെ വന്നേ പറ്റൂ. എന്തുകൊണ്ട്? ഈ നിസ്കാരം മുഖത്തോട് മുഖം എന്ന പോലെയുള്ള ഒരു വലിയ സംഭാഷണത്തിന്റെ നാം കാണുന്ന ഏറ്റവും ഉചിതവും ഉന്നതവുമായ ഒരു പ്രകടനമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവോടുള്ള മുനാജാത്താണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവോടുള്ള മുനാജത്ത്. എങ്ങനെ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ്, അല്ലാഹനെ കാണുന്നു എന്ന ഭാവനയാവണം നിസ്കരിക്കുന്നവന്റെ ഉള്ളിൽ അങ്ങോട്ട് കടന്നു വരുമ്പോൾ ഉണ്ടാവേണ്ടത്. വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്, ആ ബോധമെങ്കിലും നിന്നിൽ നിയന്ത്രിതം ആവട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖിന് ഈ ചിന്തയില്ലാത്തത് കൊണ്ട് മുസ്ലിമിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവോടുള്ള സംഭാഷണം. സംഭാഷണം എന്ന് പറയുന്നത് എങ്ങനെ? ആത്മാർത്ഥമായ കള്ളത്തരമില്ലാത്ത സംഭാഷണം. ആദ്യം നമ്മൾ പറഞ്ഞു, മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടുള്ള പോലെ നമ്മൾ നോക്കേണ്ടത് സുജൂദിന്റെ ഇടത്തിൽ, നമ്മുടെ മുഖം വെക്കേണ്ട ഇടത്തിൽ. ഈ നിസ്കാരത്തിന്റെ ഗൗരവം അള്ളാഹുവിന്റെ മുന്നിൽ സംവദിക്കാൻ പോകുന്നവന്റെ ഈ നേർക്കാഴ്ച കണ്ട ഒരു അമുസ്ലിം പോലും അമ്പരന്ന് പോയി. ഒത്തുനമിക്കുന്നു ചിട്ടതെറ്റാത്തവർ, ചിത്തം കുളിർക്കുന്ന കൃത്യം ഇതല്ലോ. മുമ്പിൽ ബ്രഹ്മാവിൻ ബിംബങ്ങളില്ല, ഗണപതിയില്ല, ശ്രീകൃഷ്ണ ഭഗവാനുമില്ല. ഏതോ ഒരു അദൃശ്യമായ ആളെ ബോധിപ്പിക്കുന്ന കൃത്യം, അതിൽ മനസ്സിനൊരു കുളിർമ. എന്തുകൊണ്ട്? ഈ നിസ്കാരം മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ അതിന്റെ വെളിച്ചം മുഖത്ത് കാണുന്നു. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന രീതിയിൽ. എന്നാൽ മനുഷ്യൻ മനുഷ്യനോട് ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ സുഹൃതം മുഖത്ത് നോക്കിയുള്ള ഒരു പുഞ്ചിരി. അതിനൊരായിരം പ്രഭാഷണത്തിന്റെ ശക്തിയാണ്, അതിനൊരായിരം സ്വകാര്യം പറഞ്ഞതിന്റെ ശക്തിയാണ് ഒരു പുഞ്ചിരി. മനുഷ്യർക്ക് സംഗമിക്കാൻ ഇന്ന് മുഖത്തോട് മുഖം നോക്കിയ അവസരം കുറവാ. യൗവനങ്ങൾ വീട് പ്രാപിക്കുന്നത് എപ്പോഴാ? വാപ്പായും ഉമ്മായും ഭാര്യയും മക്കളും ഉറങ്ങിയ ശേഷം. ജോലിക്കാരെപ്പോഴാ വീട്ടിൽ നിന്ന് പോവാ? തിരക്കിന്റെ ഇടയിൽ അവർ ആരോടും മുഖത്ത് നോക്കാതെ വേഗം വേഗം. പിന്നെ ആകെ മുഖത്ത് നോക്കാൻ മനുഷ്യൻ സംഗമിക്കുന്ന ഏറ്റവും വലിയ മീഡിയ തരംഗം മുഖപുസ്തകമായ ഫേസ്ബുക്ക്. എന്തോ ആസൂത്രിതമായാണ് മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ആ മുഖസംഗമങ്ങൾക്ക് ഈ പേര് വെച്ചതെന്ന് പോലും ചിന്തിച്ചു പോവാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബൈഹഖിയുടെ ശുഅബിൽ കാണാം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബ് പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മമാം അവന്റെ സദഖ. ഈ സദഖയിൽ ശ്രദ്ധേയം അത് പണം കൊണ്ട് മാത്രമല്ല, മുത്തുനബി പഠിപ്പിച്ച ഒരു ആർദ്രതയുടെ ഭാഷയുണ്ട്. ഇന്ന മിനസ് സദഖ അൻ തുസല്ലിമ അലൻ നാസ് വ അൻത മിൻ തൽഖിൽ വജ്ഹ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സലാം പറഞ്ഞാൽ മതി. നല്ല മുഖത്തോടുകൂടെ, കറുപ്പിച്ചു പിടിക്കാത്ത മുഖം, അതൊരു ഏറ്റവും വലിയ സദഖയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി ഇങ്ങനെ കുറെ സദഖകൾ പറയുന്നുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം, 7 സദഖകൾ പണം കൊടുത്ത് നിർവഹിക്കാതെ നമുക്ക് സാധ്യമാകുന്ന 7 സദഖകൾ. അന്നബി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. അതിൽ കേട്ടോ, ഒന്നാമത്തെ സദഖ കേട്ടോളൂ, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുഞ്ചിരി, ആ മുഖത്തിന്റെ ഭാവം ഖുർആനിന്റെ ശ്രദ്ധേയമായ ഒരു ആയത്താണ്.
ഉറുമ്പിൻ കൂട്ടത്തിന്റെ നേരെ നോക്കിയിട്ട് മഹാനവറുകൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചിരി, അവരെ നോക്കിയിട്ടൊരു ചിരി. ഖുർആൻ ഇത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ചിരിയും മുഖത്തിന്റെ പ്രസന്നതയും ഒക്കെ സത്യവിശ്വാസത്തിന്റെ ലക്ഷണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 7ഓളം സദഖകൾ പറഞ്ഞു. വേഗം പറയാം. നിന്റെ സഹോദരന്റെ നേരെ നോക്കിയിട്ട് നീ പുഞ്ചിരിക്കൽ നിനക്ക് സദഖയാണ്. വ അംറുക ബിൽ മഅറൂഫി വ നഹിയുക അനിൽ മുൻകരി ലക സദഖ. നല്ലത് പറഞ്ഞു കൊടുത്ത് ചീത്തയായ കാര്യങ്ങളെ തടഞ്ഞു നിർത്താ എന്നത് നിനക്ക് സാധിക്കുമെങ്കിൽ അത് നിനക്ക് സദഖയുടെ പ്രതിഫലം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വ ഇർശാദുക റജുല ഫീ അർളിൽ ലലാൽ ലക സദഖ. വഴിയോരത്ത് വെച്ച് ഏതോ ഒരാൾ അപരിചിതൻ ഒരിടത്തേക്ക് പോവാനുള്ള വഴി ചോദിച്ചു വന്നപ്പോ നീ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, വഴി പറഞ്ഞു കൊടുത്തത് സദഖ. നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ വന്നപ്പോ അവനോട് അലിവിന്റെ നോട്ടം നീ നോക്കിയാൽ നിനക്ക് പല കാര്യങ്ങളിലും അല്ലാഹു ചെയ്ത നിഅമത്തുകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാധുവായ മനുഷ്യൻ നിന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷനായി യാചിച്ചപ്പോ സഹതാപത്തിന്റെ നോട്ടം നീ നോക്കിയത് നിനക്ക് സദഖ. നബി മുഹമ്മദ് മുസ്തഫ. വഴിയിലെ തടസ്സങ്ങൾ നീക്കിയത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യാതെ മാറ്റി അങ്ങ് പാർക്ക് ചെയ്തത്, അതുപോലും നിനക്ക് സദഖ. സയ്യിദുനാ റസൂലുള്ളാഹി വയഫറാഖുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ. വിളമ്പിക്കൊടുക്കുന്നത് പോലും സദഖ. നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് പറഞ്ഞത് മുഖത്തിന്റെ പ്രസന്ന ഭാവം. അതാരും ഇന്ന് വില മതിക്കുന്നില്ല. ആരും അതിനൊരു വിലയുണ്ടെന്ന് കാണിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് കുടുംബജീവിതത്തിൽ പോലും ഇല്ല. സ്മൈൽ ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ സോൾ എന്നാണ്. ആത്മാവിന്റെ സൗന്ദര്യം അത് പുഞ്ചിരിയാണ്. പടച്ച റബ്ബ് മറ്റു ജീവികൾക്ക് നൽകാത്ത, മനുഷ്യർക്ക് മാത്രം കനിഞ്ഞേകിയ സമ്മാനം ചിരീശ്വരന്റെ പ്രസാദം എന്ന് പോലും പറഞ്ഞ തത്വജ്ഞാനികളുണ്ട്. അള്ളാഹു മനുഷ്യന് നൽകിയ ഒരു പുണ്യകർമ്മം എന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയ സ്നേഹപ്രകടനം, അത് മനുഷ്യൻ പിശുക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. ചിരിച്ചു മരിക്കുക എന്നതും മയ്യത്ത് ചിരിച്ചു കിടക്കുന്നു എന്ന അവസ്ഥയും സത്യവിശ്വാസിയുടെ സ്വപ്നമാണ്. ആരാഗ്രഹിക്കാത്തത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു സൗഭാഗ്യത്തിലേക്ക് ഒരു മനുഷ്യന്റെ മുഖത്തെ എത്തിക്കുക എന്നത് ഒരു മഹാഭാഗ്യമായി തന്നെ. ഭൂമിയിൽ ചിരിക്കാൻ കഴിവുള്ള ഏക ജീവി അത് മനുഷ്യരാണ്. മനുഷ്യന്റെ ചിരിക്ക് വല്ലാത്ത സൗന്ദര്യമാണ്. എത്ര വലിയ മനസ്സിന്റെ മുറിവ് ഉണക്കാനും വേദനകൾ ശമിപ്പിക്കാനും ഒരു ദിവ്യാമൃതമായി സൗഹൃദം പൂത്തുലയാനുള്ളതായ ഒരു സിദ്ധ ഔഷധമായി ഹൃദ്യമായ പുഞ്ചിരി, അതാ വേണ്ടത്. ഹൃദയം കൊടുക്കുന്നൊരു പുഞ്ചിരിയുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി കാണിക്കുന്ന തൽക്കാലം ചുണ്ടുകൂടിയതിനെ അല്ല ഈ പറഞ്ഞത്. ഹൃദയം കൊടുക്കുന്ന പുഞ്ചിരി അതൊരു വല്ലാത്ത സൗന്ദര്യമാണ്. മഞ്ഞുരുക്കങ്ങളും അതുപോലെ തന്നെ സങ്കീർണ പ്രശ്നങ്ങളെ ഒരു നിലക്ക് പരിഹരിച്ചു പോകലും ഒരു ചിരി കൊണ്ട് തീരാത്ത ഒന്നുമില്ല. ചിരി പിശുക്ക് കാണിച്ചു കൊടുത്ത് പർവ്വതം പോലെ വൈരാഗ്യബോധം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നാം ഓരോരുത്തരും അനുഭവിക്കുന്നു, അറിയുന്നു. കൊടുക്കുന്നവനും കിട്ടുന്നവനും ഒരുപോലെ കുളിർമയാകുന്ന ഈ സദഖയെ മാക്സിമം പ്രോത്സാഹിപ്പിച്ച ജീവിതമാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചിരിയുടെ സൗന്ദര്യം? എന്താ ചിരിയുടെ സൗന്ദര്യം? പല്ലുകളിലെ വെളുപ്പാണോ? നുണക്കുഴിയുടെ ആഴമാണോ? ചുണ്ടിന്റെ ചുവപ്പാണോ? അല്ല. ഇതിനപ്പുറം അതിനെ വശ്യമാക്കുന്നത് അതിന്റെ ഹൃദ്യതയാണ്. ഹൃദയത്തീന്ന് പോരണം. മനസ്സിൽ കളങ്കമില്ലാതെ നിഷ്കപടമായി നിഷ്കളങ്കമായി മനുഷ്യനത് പ്രകടിപ്പിക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് എല്ലാ വെള്ളിയാഴ്ചയും ദുആരെന്ന് പോലുണ്ട് മിമ്പറിൽ നിന്നുകൊണ്ട് വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. മുഅ്മിനിനോട് മനസ്സിൽ കെട്ടുപിടിച്ചു കിടക്കുന്ന വൈരാഗ്യബോധം ഒരിക്കലും ഞങ്ങളിൽ തരല്ലേ എന്ന ഒരു പ്രാർത്ഥനയാ ഖതീബ് മിമ്പറിൽ നിന്നും ഇറങ്ങുന്നതിന്റെ തൊട്ടടുത്ത സമയം അവസാനം പറയുന്ന പ്രാർത്ഥന.
ആ കെട്ടുകൂടി കിടക്കുന്ന, ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്ത വിധം മുടി ചടപിടിച്ച പോലെ കട്ടിപിടിച്ചു കിടക്കുന്ന ഒരു വൈരാഗ്യമുണ്ട്, പരിഹാരമില്ലാത്തൊരു പ്രശ്നം. അത് എന്റെ മനസ്സിൽ സത്യവിശ്വാസിയോട് ഒരിക്കലും ഉണ്ടാവല്ലേ അല്ലാ എന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന. ചിന്തിച്ചു നോക്കണേ, ഹബീബി ഈ വിഷയത്തിൽ എത്ര കണ്ട് ഇടപെട്ടു. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ മുഖമാണ്. ആ വ്യക്തിത്വത്തെ അവതരിപ്പിക്കാൻ എവിടെയും ഖുർആനും ഹദീസും മുഖത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. അഷ്റഫുൽ അഅ്ലാ എന്നാണ് മുഖത്തെ കുറിച്ച് പറയപ്പെടുന്നത്. ശരീരത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗം, ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം. സ്വഹീഹുൽ ബുഖാരിയിലെ മഹോന്നതമായ ഒരു ശീർഷകം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ എമ്പാടും പറയുന്നോടത്ത് ഇങ്ങനെ ഒരു ശീർഷകം ചേർത്താൻ ഇമാം ബുഖാരി തയ്യാറാകുന്നുവെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം അങ്ങനെ. ബാബു ഇദാ ലറബൽ അബ്ദു ഫലജ്തനിബിൽ വജ്ഹ, അടി കൊടുക്കുന്നോടത്ത് മുഖത്തെ ഒഴിവാക്കണം എന്ന സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ശീർഷകം തന്നെ. അടി കൊടുക്കുന്നോടത്ത് മുഖം ഒഴിവാക്കുക എന്നൊരു അധ്യായം സ്വഹീഹുൽ ബുഖാരി. ഹബീബ് പഠിപ്പിച്ചല്ലോ, യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ വാളെടുത്തുകൊണ്ട് പെരടി വെട്ടി ഒരാളെ കൊല്ലേണ്ട ഘട്ടം വന്നാലും കൊന്നാലും വേണ്ടില്ല, മുഖത്ത് അടിക്കരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. عن ابي هريره رضي الله عنه قال قال رسول الله اذا قاتل احدكم فليجتنب الوجه. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ മുഖത്തടിക്കല് കൊല്ലേണ്ടി വന്നാൽ പോലും, കൊലപാതകം ഒരാളെ യുദ്ധമുഖത്തിൽ കൊല്ലേണ്ടി വരും. ആ കൊല്ലുന്നതിന് മുമ്പ് നിനക്ക് സൗകര്യം മുഖത്തടിക്കലാണെങ്കിൽ മുഖത്തടിക്കണ്ട. നീ കൊല ചെയ്യുന്നതിനേക്കാളും കടുപ്പം യുദ്ധമുഖത്തിൽ പോലും ശത്രുവിന്റെ മുഖത്ത് അടിക്കല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിക്കണേ, ഇന്നത്തെ സിനിമ, സീരിയൽ, ദൃശ്യമാമാങ്കങ്ങൾ മുഴുവനും മുഖത്തുള്ള അടിയെ ഒരു ലളിതമായ ലാഘവത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. സമൂഹം മുഖം പവിത്രമാണ് എന്ന സങ്കല്പത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. എന്നിട്ടും സമൂഹത്തിന് നന്നാവാൻ മുഖപുസ്തകമുണ്ടല്ലോ അല്ലേ? എവിടെ നിൽക്കുന്ന എത്ര വൈപരീത്യം! മുഖത്തെ അടിക്കുന്നത് ഇത്രയും നിസ്സാരമായി. അല്ലെങ്കിൽ ഇന്നത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംസ്കാരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്തയിൽ പോലും മനുഷ്യനില്ല. മുഖത്തടിക്കുന്നതിനെ ഇത്രയും നിസ്സാരമാക്കിയത് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളുടെ, ദൃശ്യ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെ കടന്നുകയറ്റാണ്. അല്ലാതെ പറയാൻ കഴിയും. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബാഹ്യവും ആന്തരികവും ജീവിതത്തിന്റെ ലക്ഷ്യവും വ്യക്തിത്വവും എല്ലാം 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 ഒറ്റ വാക്കിൽ ഖുർആൻ പറഞ്ഞത് മുഖം എന്ന ഒറ്റ പ്രയോഗത്തിൽ. അങ്ങനെയായിരുന്നു ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. ജീവിതം കൊണ്ട് അല്ലാഹ് ഒരു സൃഷ്ടിയിൽ ഉദ്ദേശിച്ചത് എന്തോ അത് മുഴുവനും മുഖം എന്നൊരൊറ്റ വാക്കിൽ കൊണ്ടുവന്നു. മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 4000 കൊല്ലം പഴക്കമുള്ള വാക്കുകൾ, അതിനെ ഖുർആനിന്റെ ആയത്തായി അല്ലാഹു അവതരിപ്പിക്കുകയും ചെയ്തു. അത് ഖിയാമത്ത് നാൾ വരെ കേൾക്കേണ്ടതാണ്. മുഖം എന്ന ഒറ്റ പ്രയോഗത്തിൽ ജീവിതത്തിന്റെ സർവസ്വത്തെയും ഖലീലുല്ലാഹി തങ്ങൾ കൊണ്ടുവന്ന ആ പ്രയോഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. سورة الأنعام. ഖലീലുല്ലാഹി തങ്ങൾ അലൈഹിസ്സലാം നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ ചെന്ന ശേഷം അവരുടെ മുന്നിൽ നിലപാട് പറയാണ്. അവരുടെ മുന്നിൽ അവരുടെ ദിഷണയെ പിടിച്ചു കുലുക്കിയിട്ട് മഹാനവറുകൾ ചിന്തനീയമായ പല അവതരണവും അവിടുത്തെ വാഗ്വിലാസത്തിന്റെ മാസ്വരികമായ ശൈലിയിൽ ഖുർആൻ അത് മുഴുവൻ ഇങ്ങനെ പറയുന്നുണ്ട്.
എന്നിട്ടോ മഹാനവറുകൾ പറയുന്ന അവസാനം ഇന്നി വജ്ജഹ്തു വജ്ഹി, എന്റെ മുഖത്തെ ഞാൻ മുന്നിടിക്കുന്നു, എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ തിരിയുന്നു. എന്റെ മുഖം കൊണ്ട് എന്റെ ലക്ഷ്യമേതാണെന്നറിയുമോ? ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ, ആകാശത്തിന്റെ ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന സമൂഹമേ, അവ അഖിലം സൃഷ്ടിച്ച ഒരു തമ്പുരാനുണ്ട്. ആ തമ്പുരാനിലേക്ക് എന്റെ മുഖത്തെ ഞാൻ തിരിച്ച്, മുഖം തിരിഞ്ഞ ഞാൻ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞു. ഈ ദുആന്റെ ഒരു ബാക്കി ഭാഗം സൂറത്തുൽ അൻആമിന്റെ മറ്റൊരു ഭാഗത്ത് വരുന്നുണ്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി, ജീവിതം കൊണ്ട് അള്ളാഹു ലക്ഷ്യമിടുന്ന എല്ലാം 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 അത് അള്ളാഹുവിനുള്ളതാണെന്ന് പറയാനുള്ള മുഖവുരയിൽ ഒറ്റ പദമേ ഉപയോഗിച്ചുള്ളൂ, മുഖം. നിസ്കാരത്തിന്റെ സമാരംഭ ദുആയും ഇത് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ, വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. അപ്പോ മുഖം എന്നതിന് പ്രാധാന്യമുണ്ട്. ഓരോരുത്തരുടെയും അഭിമാനം, ജീവിതം, സ്നേഹപ്രകടനം എല്ലാം മുഖം. മൗനമായിരുന്നാൽ മതി, അതിന്റെ വാചാലത ശക്തമാണ്. അള്ളാഹുവിന്റെ തൃപ്തിയെപ്പോലും ഖുർആൻ പറഞ്ഞത് മുഖം 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 എന്ന പ്രയോഗത്തിലൂടെ. ആ മുഖത്തേക്ക് നോക്കൂ എന്നാ പറഞ്ഞത്. എവിടെ നോക്കുന്നു? ആര് നോക്കുന്നു? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവം എന്താ? ഈ മുഖത്ത് നോക്കിയുള്ള സംസാരമാ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗം എന്ന് പറഞ്ഞാൽ അതാ മുഖത്തോക്കി സംസാരിക്കണേ. കാരണം കള്ളന്മാരും കപടന്മാരും ഉള്ളില് വിഷമമുള്ളവരൊന്നും അങ്ങോട്ട് ചെല്ലില്ല, വിരോധമുള്ളവരും അങ്ങോട്ട് ചെല്ലില്ലല്ലോ. മുഖത്ത് നോക്കി സംസാരിക്കും. അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവം. ഒരാള് മുന്നിൽ വന്നിരുന്നാൽ, കണ്ടില്ലേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാന്യനായ അബ്ദുസ്സമദ് സമദാനി സാഹിബിന്റെ വൈറലായ ഒരു സംഭാഷണം ഒരു പ്രഭാഷണ വേദിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചതൊരു മരച്ചുവട്ടിൽ ഇതുപോലെ വട്ടമിരുന്ന് മുഖത്തോട് മുഖം സംസാരിക്കൽ. ചിന്തിച്ചുപോയി, കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിലേക്ക് ആ സന്ദേശം പ്രചരിക്കേണ്ടതല്ലേ? മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറയല് കുറവാണെന്ന് അദ്ദേഹത്തിന്റെ കണ്ടെത്തലല്ല, അതൊരു യാഥാർത്ഥ്യം. ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ മുന്നിൽ നിന്ന് പ്രഭാഷണം നടത്തുന്ന ഒരാൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും മുഖത്തോട് മുഖം നോക്കി ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അതിന്റെ ശക്തി അത് വലുത് തന്നെ, അത് വലുത് തന്നെ. ലോകത്ത് നടന്ന വട്ടമേശ സമ്മേളനങ്ങളുടെ ശക്തി അതായിരുന്നു. മുഖത്തോട് മുഖം നോക്കി പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ എത്ര വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ ആത്മീയ മജ്‌ലിസുകളുടെയും റാഹത്തുകൾ, ഹൽഖകളുടെ ഇജാബത്തുകൾ മുഖത്തോട് മുഖം, മുഖത്തോട് മുഖം. അങ്ങനെയല്ലേ പൊന്നാനിയിൽ ചെന്നാൽ കാണാം, വിളക്കത്തിരിക്കുന്നു എന്ന രീതിയിൽ പഴയകാലത്ത് ഉണ്ടാക്കി വെച്ചൊരു സംവിധാനം പൊന്നാനി പള്ളിയിലുണ്ട്. ഒരു ഹൽഖ മുഖത്തോട് മുഖം. പഴയകാലത്തെ ദറസുകൾ ഓർമ്മപ്പെടുത്തുന്ന മദീന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവിടുത്തെ സ്വഹാബി ശ്രേഷ്ഠരിരുന്നത് വലതുവശത്ത് അബൂബക്കർ, ഇടതുവശത്ത് ഒരു അഅറാബി. മഹാനായ ഇമാം തൊബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, യാദർച്ഛികമായി ഇടതുവശത്തെ അഅറാബി വലതുവശത്ത് ഇരിക്കാറുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഇടതുവശത്തുമായി പോയി. ആ മജ്‌ലിസിൽ കുടിക്കാൻ കൊണ്ടുവന്ന പാല് വിതരണം ചെയ്തപ്പോ വലതുവശത്ത് അഅറാബിയ മുത്തുനബിക്ക് കൊടുക്കൽ, ഇടതുവശത്ത് അബൂബക്കറിനാണ്. സദസ്സ് മുഴുവനും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഹബീബ് സദസ്സിന്റെ അദബ് പാലിച്ച് വലതുവശം കൊണ്ട് തുടങ്ങി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ അവസാനം വന്നിരുന്ന ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഇരുപ്പിന്റെ കോലത്തിൽ മുഖതാവിൽ നോക്കിയിട്ട് ഹബീബിന്റെ മുന്നിലിരുന്നു കൊണ്ടൊരു സദസ്സിന്റെ രൂപം പോലും അങ്ങും ഇങ്ങും കാണാവുന്ന രീതിയിൽ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഈ വലിയ താമസമല്ലാതെ ഈ ഡൈനിങ് ടേബിളിന്റെ ഷേപ്പൊക്കെ മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുരോഗമനങ്ങൾ അങ്ങനെയാണ്. എവിടെയാ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കാം?
മക്കളുടെ മുഖത്ത് നോക്കാം, ഒരു പുഞ്ചിരി. സ്വർഗത്തിലെത്തിയാൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് നോക്കുന്ന ഒറ്റ നോട്ടം കണ്ണ് ചിമ്മാതെ 70 കൊല്ലം. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അതിനാ സ്വർഗം എന്ന് പറഞ്ഞത്. 7 സെക്കൻഡ് ഇവിടെ നടക്കാത്ത കാര്യം അവിടെ 70 കൊല്ലം. അതുകൊണ്ടാണ് ദുനിയാവായത്. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ സൗന്ദര്യങ്ങൾ നാം കണ്ടതല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദിക്റുണ്ട്. സുജൂദിൽ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് ആ ദിക്ർ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും മഹ്സൂരീങ്ങളായ മഅ്മൂമീങ്ങളുള്ള ഇമാമിനും സാധാരണ സുജൂദിൽ ചൊല്ലുന്ന ദിക്റുകൾക്ക് ശേഷം ഈ ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസ്റഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഫത്ഹുൽ മുഈനിലുണ്ട്. ഇത് തിലാവത്തിന്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്റും കൂടിയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ പറയാണ്, പടച്ചോനെ, ഈ സുജൂദ് തന്നെ ഏറ്റവും പുണ്യകർമ്മമാവാൻ കാരണം ഈ മുഖം താഴെ വെച്ചു അള്ളാഹുവിന് വേണ്ടിയിട്ട്. ആ ഒറ്റ കാരണത്താല സുജൂദിൽ മുഖം താഴെ പോയി. എന്നിട്ട് അവിടെ കിടന്ന് പറയാണ്, പടച്ചോനെ, ഈ മുഖം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് താഴെ വെച്ച് ഈ മുഖത്തിന്റെ സൗന്ദര്യങ്ങളായി കണ്ണിന് ഇവിടെ ഒരു കീറൽ കൊടുത്തതും കാതിന് കേൾവി കൊടുത്ത് ദ്വാരം കൊടുത്തതൊക്കെ നീയാണ് അല്ലാഹ്. ഇതങ്ങോട്ട് സമ്മതിക്കാണ് മുഖം താഴെ വെച്ചുകൊണ്ട്. ഇത് ജീവിതത്തിൽ വലിയ പാഠ. ഏറ്റവും പ്രിയപ്പെട്ടതിനെ അള്ളാന്റെ മുന്നിൽ വെച്ചു, അത് മുഖ. സ്വർഗീയമാവട്ടെ നമ്മുടെ ജീവിതങ്ങൾ, സ്വർഗീയമാവട്ടെ നമ്മുടെ ജീവിതങ്ങൾ. പരിശുദ്ധ ഖുർആൻ മുഖത്തോട് മുഖം നോക്കുന്ന സ്വർഗത്തിന്റെ സൗന്ദര്യത്തെ 4 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ഉദ്ഖുലൂഹാ ബിസ്സലാമിൻ ആമിനീൻ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗൽ ഇഖ്വാനൻ അലാ സുറുറിൻ മുത്തഖാബിലീൻ. സ്വർഗം എന്ന് പറഞ്ഞാൽ ചാരിക്കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്ന ലോകം എന്ന് പരിശുദ്ധ ഖുർആൻ. എവിടെയായിരിപ്പുള്ളത്? അത്താഴം കഴിഞ്ഞാലൊന്ന് പുറത്തു വന്നിരുന്നു കൊണ്ട് കാറ്റുകൊള്ളാനിരിക്കുമ്പോ അങ്ങും ഇങ്ങും നോക്കിയിരുന്നു കൊണ്ട് വർത്തമാനം പറഞ്ഞ ഇന്നലകൾ ഒരു ഓർമ്മകളാണ്. എവിടെയായിരുന്നുള്ളത്? അങ്ങനെയില്ല. സ്വർഗമെന്ന് പറഞ്ഞാൽ ഹും വസുവാജുഹും ഫീ വിലാൽ അലൽ അറായികി മുത്തഖിഊൻ. അവിടെ സ്വർഗത്തിൽ ചാരിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും അങ്ങുമിങ്ങും മുഖം നോക്കുന്ന വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ അലാ സുറുറിൻ മൗദൂനത്തിൻ മുത്തഖീന അലൈഹാ മുതഖാബിനീൻ. സ്വർഗത്തെ വർണ്ണിക്കുന്ന മുഴുവനും അങ്ങുമെങ്ങും മുഖം നോക്കുന്ന ഒരു ജീവിതം എന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും കൂലിയ ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കി വീടിന്റെ ഉമ്മറത്തിരിക്കൽ എന്ന് പുണ്യനബി അഹ്മദ് സമർഖന്ദി ഉദ്ധരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മുത്തുനബിയുടെ മറുപടി അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ജീവിതത്തിന്റെ ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ നമുക്കതിനുള്ള വകതിരിവ് തരട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. ഒരുപാട് പേര് ദുആ വസിയ്യത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, അമിതമായ ഭയം കൊണ്ട് വിഷമിക്കുന്ന ഒരു സഹോദരനുണ്ട്. അല്ലാഹുവേ, പ്രത്യേകം ദുആ ചെയ്യാൻ അദ്ദേഹം ഏൽപ്പിച്ചു. നീ ശിഫാ നൽകണേ അല്ലാഹ്. എന്തെങ്കിലും ശർറ് മുസീബത്തുകൾ ഉണ്ടെങ്കിൽ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, 17 വയസ്സുള്ള ഒരു പൊന്നുമോള് ആസ്റ്റർ മെഡിസിറ്റിയിൽ ബ്ലഡ് ക്യാൻസറായി അഡ്മിറ്റാണ്. ട്രീറ്റ്മെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ശിഫാ നൽകണേ തമ്പുരാനെ. ഫസ്റ്റ് സ്റ്റേജാണ്, പ്രതീക്ഷകളുണ്ട്. അല്ലാഹുവേ റബ്ബേ, രക്ഷപ്പെടുത്തണേ തമ്പുരാനെ.
ആ രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും നീ ആശ്വാസം നൽകുക അല്ലാ. അതിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ ലോകത്തുള്ള മനുഷ്യർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ രോഗം കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ ഞങ്ങളോ കുടുംബമോ ആരും പെടല്ലേ അല്ലാ. അല്ലാഹുവേ, ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് റബ്ബേ നീ എല്ലാ നിലക്കുമുള്ള അഭയം നൽകണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകു അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. തമ്പുരാനെ, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. അവസാനം കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സ്വഗാറാ ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.